ഗോമൂത്രം നല്ലതാണെന്ന് അദ്ദേഹം പറയുന്നത് മനുഷ്യർക്കും കുടിക്കാം എന്നുള്ള അർത്ഥത്തിലാണ്. ഗോമൂത്രം കൃഷിക്ക് വളമായിട്ട് നല്ല വളമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ നമ്മൾ പൊതുവെ കാഴ്ചപ്പാട്, നേരത്തെ മൊറാർജി ദേശായി മനുഷ്യൻ്റെ മൂത്രം തന്നെ കുടിക്കാമെന്ന് പറഞ്ഞാൽ ഓർക്കുന്നില്ലേ? അപ്പോൾ അതെന്തായാലും അധികം ആളുകൾ പ്രധാനമന്ത്രി പറഞ്ഞാലും ചെയ്യുന്ന കാര്യമല്ല. ഗോമൂത്രത്തിൻ്റെ കാര്യത്തിലും പൊതുവെ വരുന്നതൊക്കെ അങ്ങനെയായിരിക്കും. പക്ഷേ IIT മദ്രാസ് ഡയറക്ടറായിരിക്കുന്ന ആൾ ശാസ്ത്രീയ തെളിവുകൾ അതിനുണ്ട്. അമേരിക്കൻ ജേർണലുകളിൽ പ്രബന്ധങ്ങൾ വന്നിട്ടുണ്ട്. 5 പ്രബന്ധങ്ങൾ ഗോമൂത്രം മനുഷ്യർക്കും കുടിക്കാം, നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അദ്ദേഹം പഞ്ചഗവ്യം കുടിക്കാറുണ്ട്. പഞ്ചഗവ്യം എന്ന് പറഞ്ഞാൽ 5 ഈ പശുവുമായി ബന്ധപ്പെട്ട സംഗതികൾ കലർത്തിയിട്ടുള്ളതാണ്. അത് നമ്മുടെ ഇവിടെ ഈ മാർക്കറ്റുകളിലൊക്കെ ലഭ്യമല്ലേ, ആയുർവേദ ശാലകളിലൊക്കെ? അതെ. പാല്, മൂത്രം, നെയ്യ്, തൈര് ഇങ്ങനെ എല്ലാം കൂടി കലർത്തിയ 5 പശുവിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ കലർത്തിയതാണത്. അത് ചെയ്യാറുണ്ട്. ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹം കുടിക്കാറുണ്ട്. പഞ്ചഗവ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. പക്ഷേ ഗോമൂത്രത്തിൽ ബാക്ടീരിയ, ഫംഗസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് വെറ്ററിനറി ഡോക്ടർമാർ. ഇത് കാമകോടി പറഞ്ഞ ശേഷവും ഇവിടുത്തെ വെറ്ററിനറി ഡോക്ടർമാർ ചിലർ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. കുടിക്കരുത്, അരുത്, ഇതിൻ്റെ അകത്ത് അണുക്കളുണ്ടാവും, അസുഖം വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം പശു ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് ഇത് വന്നിട്ടുണ്ടാവുന്നതാണ് പറയുന്നത്. ആണെങ്കിലും നമ്മൾ ഈ മരുന്നൊക്കെ അടിക്കണാണല്ലോ കൂടുതലും. അപ്പോൾ അങ്ങനെ ആ ചുറ്റുപാടുകളിൽ നിന്ന് കുഴപ്പങ്ങൾ ഉണ്ടാകാം എന്നാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് 90%, 95% നോക്കുമ്പോൾ നല്ല 95% വെള്ളമാണ് ഗോമൂത്രം. ബാക്കിയുള്ള ഭാഗമേ ആലോചിക്കേണ്ടതുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.